PSC വേൾഡ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 2025 PSC നടത്തിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. ക്വസ്റ്റ്യൻ കാറ്റഗറി നമ്പർ 587/2023. ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ക്ലാസ് കാണാനായിട്ട് ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒന്നാമത്തെ ചോദ്യം, ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചതാരെ? ഇതിൻ്റെ ആൻസർ എന്താണ് വരിക? ഓപ്ഷൻ ഡി ആണ് ആൻസർ വരിക. അപ്പം നിങ്ങൾ ഒരു പേപ്പറിൽ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ ഉത്തരം എഴുതുക, എന്നിട്ട് ഞാൻ പറയുന്നതാണോ എന്നുള്ളത് രണ്ടും ചെക്ക് ചെയ്യുക. രണ്ടാമത്തെ ചോദ്യം, കേരള ചരിത്രത്തിലെ പ്രധാന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. രണ്ട് ഓപ്ഷൻ സി. ഏതൊക്കെയാണ്? ഫസ്റ്റ് വരുന്നത് ഏതാണ്? ഫസ്റ്റ് രണ്ടാമത്തത് വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ് അല്ലേ? ആറ്റിങ്ങൽ കലാപം, പിന്നെ കുളച്ചൽ യുദ്ധം, പിന്നെ ഏതാണ്? ശ്രീരംഗപട്ടണം ഉടമ്പടി അല്ലെങ്കിൽ സന്ധി, പിന്നെയോ ലാസ്റ്റ് കുണ്ടറ വിളംബരം. അതാണ് ഇതിൻ്റെ ഒരു ഓർഡർ. അപ്പോൾ അത് മനസ്സിലാക്കുക. ഫസ്റ്റ് ആറ്റിങ്ങൽ കലാപം, സെക്കൻഡ് ഏതാണ്? കുളച്ചൽ യുദ്ധം, മൂന്നാമത്തത് ശ്രീരംഗപട്ടണം സന്ധി, നാലാമത്തത് കുണ്ടറ വിളംബരം. അടുത്തത് മൂന്നാമത്തെ ചോദ്യം, ചേരുംപടി ചേർക്കുക. ഇവിടെ എയിൽ തന്നിരിക്കുന്നത് ഒന്നാം ലോകയുദ്ധം, രണ്ടാം ലോകയുദ്ധം, ഹിറ്റ്ലർ, ബെനിറ്റോ മുസോളിനി, ഇതാണ് തന്നത്. ബിയിൽ കരിങ്കുപ്പായക്കാരുണ്ട്, ത്രികക്ഷി സഖ്യമുണ്ട്, ത്രികക്ഷി സൗഹാർദ്ദമുണ്ട്, പിന്നെ തവിട്ടു കുപ്പായക്കാരുണ്ട്, അച്ചുതണ്ട് ശക്തികളുണ്ട്, സഖ്യശക്തികൾ. ഇതാണ് ബിയിൽ തന്നിരിക്കുന്നത്. അപ്പം ഇതിലെ ആൻസർ വരുന്നത് ഏതാ? മൂന്നിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 3 എ ആണ് വരുന്നത്. അപ്പോൾ 1, 2 ആണ് അല്ലേ? ഒന്നാം ലോകയുദ്ധവും ത്രികക്ഷി സഖ്യവും അല്ലെങ്കിൽ ത്രികക്ഷി സൗഹാർദ്ദം, ഇതാണ് ഒന്നിൻ്റെത് വരുന്നത്. പിന്നെയോ രണ്ടിൻ്റേത് ഏതാ വരുന്നത്? രണ്ടിൻ്റേത് നാലാമത്തതാണ് അല്ലേ യോജിച്ചത്. രണ്ടാം ലോകയുദ്ധം, അച്ചുതണ്ട് ശക്തികൾ അഥവാ സഖ്യശക്തികൾ. പിന്നെ മൂന്നാമത്തേത് വരുന്നത് ഏതാണ്? മൂന്നിൻ്റെത് ബിയിലെ ഓപ്ഷൻ ഇത് തന്നെയാണ്, 3 തന്നെയാണ് അല്ലേ? ഹിറ്റ്ലർ, തവിട്ടു കുപ്പായക്കാർ. 4 ബെനിറ്റോ മുസോളിനി ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? കരിങ്കുപ്പായക്കാരുമായിട്ട് ബന്ധപ്പെട്ടതാണ് അല്ലേ? നാലാമത്തത് ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ദേശീയ സമരകാലത്തെ പ്രധാന പത്രങ്ങളും നേതൃത്വം നൽകിയവരാണ്. അതിൽ എയിലുള്ളതും ബിയിലുള്ളതും ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞത്. ഇതിൻ്റെ ആൻസർ വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ബി ഏതൊക്കെയാണ്? 1, 4, 2, 1, 3, 2, 4, 3. അപ്പോൾ 1, 4 എന്ന് പറയുമ്പോൾ ഏതാണ് വരുന്നത്? മിറാത്തുൽ അക്ബർ എന്ന് പറയുന്നത് രാജാറാം മോഹൻ റോയ്, അതുപോലെ കേസരി മറാത്ത ബാലഗംഗാധര തിലക്, കോമൺവെൽത്ത് മിസിസ് ആനി ബസന്റ്, യങ് ഇന്ത്യ മഹാത്മാഗാന്ധി. ഇത് ഓർത്തു വെക്കുക കേട്ടോ. 5 ചേരുംപടി ചേർക്കുക. 7 തന്നിരിക്കുന്നത് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ, ഗദർ പാർട്ടി, ഇന്ത്യൻ നാഷണൽ ആർമി, ഫോർവേഡ് ബ്ലോക്ക്. ഇത് ബി ആയിട്ട് ബന്ധപ്പെടുത്തി എഴുതുമ്പോൾ ഏതാണ് ശരിയായിട്ട് വരുന്നത്? ഓപ്ഷൻ 5 ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അപ്പം ഓപ്ഷൻ ഡി 1, 2. 1 ബന്ധപ്പെട്ടത് 2 ആയിട്ടാണ് അല്ലേ? പിന്നെയോ പിന്നെ ഏതാണ്? 2, 3 ആയിട്ടാണ് അല്ലേ? അതുപോലെ 3, 1, 4, 4. അപ്പം നോക്കാം. ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? രണ്ടാമത്തെ ഏതാണ്? ഭഗത് സിംഗ് ആണ് അല്ലേ? പിന്നെ ഗദർ പാർട്ടി ഏതാണ്? ഗദർ പാർട്ടി ലാല ഹർദയാലാണ്. പിന്നെയോ ഇന്ത്യൻ നാഷണൽ ആർമി ആരുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഒന്നാമത്തെ ഓപ്ഷൻ അല്ലേ? ബിയിലെ റാഷ് ബിഹാരി ബോസ് ആണ്. നാലാമത്തത് ഫോർവേഡ് ബ്ലോക്ക് സുഭാഷ് ചന്ദ്രബോസ് തന്നെ. അടുത്ത 6ാമത്തെ ചോദ്യം, ഇന്ത്യൻ പാർലമെൻറ്റിൽ തുടർച്ചയായി ഏറ്റവും അധികം ബജറ്റ് അവതരിപ്പിച്ച റെക്കോർഡ് ആർക്കാണ്? ഓപ്ഷൻ ബി ആണ്. 6 ഓപ്ഷൻ ബി നിർമ്മല സീതാരാമൻ. അടുത്തത് 7ാമത്തെ ചോദ്യമാണ് പറയുന്നത്, ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ നിന്നും വീശുന്ന ഉഷ്ണക്കാറ്റ് ലൂ, എന്നാൽ മാങ്ങ പഴുക്കുന്നതിനും പൊഴിയുന്നതിനും കാരണമാകുന്ന ഉഷ്ണകാലത്ത് ദക്ഷിണേന്ത്യയിൽ വീശുന്ന പ്രാദേശിക വാദം ഏതാണെന്നാണ് ചോദ്യം.
ഏഴിൻ്റെ ആൻസർ ഏതാണ്? 7 ആൻസർ ബി ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് മാംഗോ ഷവർ. ഭൂമി, എട്ടാമത്തെ ചോദ്യമാണ്. ഭൂമി സൂര്യനോട് ഏറ്റവും അടുത്ത് വരുന്ന ദിനം സൂര്യ സമീപ ദിനം അല്ലെങ്കിൽ പെരിഹീലിയൻ എന്നറിയപ്പെടുന്നു. പെരിഹീലിയൻ ദിനം എന്നാണ്? ഓപ്ഷൻ എ. ഏതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ? 8ൻ്റെത് ഓപ്ഷൻ എ ആണ് കേട്ടോ. ജനുവരി 3 ആണ് അല്ലേ. ഇതെങ്ങനെ കണക്ട് ചെയ്യാം? പെരിഹീലിയൻ ആണ് അല്ലേ. പെരിഹീലിയൻ. അപ്പോൾ രീ ഉണ്ട്, അതുപോലെ ജനുവരിയിലും എന്തുണ്ട്? രീ ഉണ്ട് അല്ലേ. ജനുവരി 3 അങ്ങനെ ഓർമ്മിച്ച് വെക്കുക. അടുത്തത് 9ാമത്തെ ചോദ്യമാണ്. ഇന്ത്യയുടെ കാലാവസ്ഥ, ജനജീവിതം എന്നിവ രൂപപ്പെടുത്തുന്നതിൽ ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. അപ്പം ഏതാണ്? 9ൻ്റെ ആൻസർ ഏതാണ്? സി ആണ് അല്ലേ. ഉഷ്ണകാലത്ത് തെക്ക് നിന്നും വീശുന്ന വരണ്ട ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടക്കാതെ ചെറുക്കുന്നു. ഇതാണ് എന്ത് ചെയ്യുന്നത്? ഉത്തരപർവ്വത മേഖല വഹിക്കുന്ന പങ്കുമായി ബന്ധമില്ലാത്തത് കേട്ടോ. ഇതാണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് 10ാമത്തെ ചോദ്യം. ഉപദ്വീപീയ പീഠഭൂമിയിലെ പരൽ രൂപ പാളിയിലും ഉയരം കുറഞ്ഞ കുന്നുകളിലുമാണ് ധാതു വിഭവങ്ങൾ ഏറെയും കേന്ദ്രീകരിച്ചിരിക്കുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് തിരഞ്ഞെടുക്കുക. അപ്പോൾ തെറ്റായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. 10ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഏതാണ്? എക്കൽ വിഷറികളാൽ സമ്പന്നമാണിവിടം. നമുക്കറിയാം ഉപദ്വീപീയ പീഠഭൂമി ഒരിക്കലും എന്തല്ല, എക്കൽ മണ്ണുള്ള ഒരു സ്ഥലമല്ല അല്ലേ. അത് പീഠഭൂമിയാണ്. അപ്പോൾ എക്കൽ മണ്ണ് എവിടെയാണ്? തീര സമതലങ്ങളിലാണ് ഉണ്ടാകുന്നത്. അടുത്തത് 11ാമത്തെ ചോദ്യമാണ്. 1986 ഉൾനാടൻ ജലഗതാഗത അതോറിറ്റി രൂപം കൊണ്ട ശേഷം ഇന്ത്യയിൽ 5 ജലപാതകളെ ദേശീയ ജലപാതകളായി പ്രഖ്യാപിച്ചു. ഇതിൽ കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക, ഈ ഒരു ചോദ്യം ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ഒരു ചോദ്യമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഒരുപാട് തവണ ചോദിച്ചാണ്. അതുകൊണ്ട് ഇത് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഏതാണ് ഉത്തരം? 11ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. 11 ഓപ്ഷൻ ബി ആണ്. ദേശീയ ജലപാത 3 അല്ലേ. നാഷണൽ വാട്ടർവേ 3. അടുത്തത് 12ാമത്താണ്. മരണാനന്തര ബഹുമതിയായി 2025 പത്മവിഭൂഷൺ നേടിയ മലയാള സാഹിത്യകാരൻ ആരാണ്? 12ൻ്റെ ഓപ്ഷൻ ഏതാണ്? ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. 12 ഓപ്ഷൻ ബി MT വാസുദേവൻ നായർ. അടുത്തത് 13ാമത്തെ ചോദ്യം. കേരള മോഡൽ വികസന പദ്ധതി എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതി ഏതാണെന്നാണ് ചോദ്യം. 13 ഏതാണ് ആൻസർ? 13 ഓപ്ഷൻ സി ആണ് അല്ലേ. 10ാം പഞ്ചവത്സര പദ്ധതിയാണ് ശരിയായിട്ടുള്ള ആൻസർ. അപ്പോൾ കേരള മോഡൽ വികസന പദ്ധതി 10ാം പഞ്ചവത്സര പദ്ധതി. 14ാമത്തെ ചോദ്യം. വ്യവസായ, വ്യാപാര, വാണിജ്യ രംഗങ്ങളിലുള്ള സർക്കാരിൻ്റെ നേരിട്ടുള്ള പങ്കാളിത്തം കുറയ്ക്കുവാൻ ഉദ്ദേശിച്ചിട്ടുള്ള നയം ഏതാണ്? ഇതിനെന്താ പറയുക? 14 ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. സ്വകാര്യവൽക്കരണം എന്നാണ് പറയുക. ഓക്കെ. അപ്പോൾ 14 ഓപ്ഷൻ എ. അടുത്തത് 15ാമത്തെ ചോദ്യമാണ്. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ ആരാണ്? 15ൻ്റെ ആൻസർ ഏതാണ്? 15 ആൻസർ ഓപ്ഷൻ ഡി ആണ് അല്ലേ. ദാദാഭായ് നവറോജി. അപ്പോൾ ചോർച്ചാ സിദ്ധാന്തം ദാദാഭായ് നവറോജി. ചോദ്യം നമ്പർ 16. ആസൂത്രണത്തിന് വേണ്ടി പ്ലാനിംഗ് കമ്മീഷന് പകരം ഇന്ത്യയിൽ നിലവിൽ വന്ന സംവിധാനം അല്ലേ. ഏതാണ്? 16 ഓപ്ഷൻ ഏതാണ്? എ ആണ് അല്ലേ. സോറി, ഓപ്ഷൻ ബി ആണ്. നീതി ആയോഗ് അല്ലേ. നമ്മൾ പഠിച്ചാലേ അത്. ആസൂത്രണ കമ്മീഷന് പകരം വന്നതാണ് ഇത്, നീതി ആയോഗ്. അടുത്തത് ചോദ്യം നമ്പർ 17. ഹോട്ടൽ വ്യവസായം താഴെ പറയുന്നവയിൽ ഏത് സാമ്പത്തിക മേഖലയിൽ ഉൾപ്പെടുന്നു? ഇതിലാണ് ഉൾപ്പെടുന്നത്? 17 ഓപ്ഷൻ ഏതാണ്? ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നതാണ് ഹോട്ടൽ വ്യവസായം. അപ്പോൾ ഓർമ്മിച്ച് വെക്കുക കേട്ടോ. ഹോട്ടൽ വ്യവസായം തൃതീയ മേഖലയിൽ ഉൾപ്പെടുന്നു. അപ്പം 18ാമത്തെ ചോദ്യം. നെൽകൃഷിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. അപ്പോൾ
അപ്പം ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 18 ആൻസർ എ ആണ് വരുന്നത് അല്ലേ. ഓൾ ഓഫ് ദി എബവ് എന്നാണ്. അതായത് തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും എന്താണ്? ശരിയായിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മുഖ്യ വിളകളിൽ ഒന്നാണ് നെല്ല് അല്ലേ, അതാണ്. അതുപോലെ എക്കൽ മണ്ണാണ് നെൽകൃഷിക്ക് അനുയോജ്യം. അതുപോലെ ഉയർന്ന താപനിലയും മഴയും ലഭിക്കുന്ന പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്നു. പിന്നെ ഇതൊരു ഖാരിഫ് വിളയാണ് അല്ലേ. ഇതൊക്കെ എന്താണ്? നെല്ലുമായിട്ട് നെൽകൃഷിയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അപ്പോൾ ഇതെല്ലാം ശരിയാണ്. 18 എ. അടുത്തത് 19 ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? 19ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി ആണ് വരുന്നത്. ഓപ്ഷൻ സി. പ്രസ്താവന 1, 2, 3 ശരിയാണ്, 4 തെറ്റാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു അല്ലേ. പിന്നെയോ മൂന്നാമത്തെ ശരി തന്നെയാണ്. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിച്ചു. പിന്നെ തെറ്റായിട്ടുള്ളത് ഏതാണ്? 4ാമത്തെ തെറ്റാണ് അല്ലേ. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. അത് തെറ്റാണ്. ഏതാണ്? 3ാം പഞ്ചവത്സര കാലഘട്ടത്തിലാണ് ഈ ഒരു ഹരിത വിപ്ലവം കൊണ്ടുവന്നത്. അടുത്തത് 20ാമത്തെ ചോദ്യമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണമെന്നത് മാതാപിതാക്കളുടെ കടമയാണെന്ന് നിർദ്ദേശിച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ്? ഏതാണ്? 20ൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. 86ാമത്തെ ഭേദഗതിയാണ്. അപ്പോൾ ഓർമ്മിക്കുക, 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് മാതാപിതാക്കളുടെ കടമയാണെന്ന് പറഞ്ഞത് ഏതാണ്? 86ാം ഭേദഗതി. അടുത്തത് 21. 1928 ആരുടെ നേതൃത്വത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ കരട് രേഖ നിർമ്മിച്ചത്? ആരുടെ നേതൃത്വത്തിലാണ്? ഓപ്ഷൻ 21 ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. മോത്തിലാൽ നെഹ്റു. അപ്പോൾ ഓർമ്മിക്കുക കേട്ടോ. 1928 കരട് രേഖ നിർമ്മിച്ചത് ആരാണ്? മോത്തിലാൽ നെഹ്റു. ഓക്കെ. അടുത്തത് 22. ജനാധിപത്യ ഭരണഘടനയിൽ ഇല്ലാത്തത് ഏത്? ഏതാണ് ഇല്ലാത്തത്? രാഷ്ട്രത്തലവൻ്റെ പേരിലെ ഓപ്ഷൻ ബി ആണ് ഇല്ലാത്തത്. അടുത്തത് 23ാമത്തെ ചോദ്യമാണ്. വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ഭരണഘടന അനുച്ഛേദം ഏതാണ്? 23ൻ്റെ ഓപ്ഷൻ ഏതാണ്? ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ സി ആണ്. അതായത് 40. ആർട്ടിക്കിൾ 40 ആണ് ഈ ഒരു വില്ലേജ് പഞ്ചായത്തുകൾ രൂപീകരിക്കാൻ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ചുമതലപ്പെടുത്തുന്ന ആർട്ടിക്കിൾ. ഓക്കെ. അപ്പം 40. അടുത്തത് 24. 24 പ്രാദേശിക സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ആരെയാണ്? 24 ഓപ്ഷൻ ഏതാണ്? സി ആണ് അല്ലേ. ലോർഡ് റിപ്പൺ ആണ്. അത് ഓർമ്മിക്കുക കേട്ടോ. അതുപോലെ 25 യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കിയ ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് ഏതാണ്? 25 ഓപ്ഷൻ ബി ആണ് അല്ലേ. ഉത്തരാഖണ്ഡ്. ഓക്കെ. അപ്പോൾ യൂണിഫോം സിവിൽ കോഡ് ആദ്യമായിട്ട് നടപ്പിലാക്കിയത് ഉത്തരാഖണ്ഡിലാണ് അല്ലേ. 26ാമത്തെ ചോദ്യം നോക്ക്. ഏതാണ്? 3ാം മോദി ഗവൺമെൻറ് രൂപീകരിച്ച 8 ക്യാബിനറ്റ് കമ്മിറ്റികളിൽ പ്രധാനമന്ത്രി അംഗമല്ലാത്ത കമ്മിറ്റി ഏതാണ്? ഏതാണ്? 26 ആൻസർ ഓപ്ഷൻ ബി ആണ് അല്ലേ. പാർലമെൻ്ററി കാര്യസമിതിയിലാണ് അംഗമല്ലാത്തത്. അടുത്തത് 27ാമത്തെ ചോദ്യമാണ്. തദ്ദേശ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 27 ആൻസർ സി ആണ്. ഏതാണ്? ഓൺലി 1 and 3. അതായത് തദ്ദേശ ഗവൺമെൻറ്റുകളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നത് 5 വർഷത്തേക്കാണ്. ഈ 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 28. സംസ്ഥാന സാമ്പത്തിക കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ഏതാണ് വരുന്നത്? 28 ഓപ്ഷൻ ബി ആണ്. ഓൺലി 1 and 2. അതായത് 1, 2 പ്രസ്താവനയാണ് ശരി. കമ്മീഷനെ നിയമിക്കുന്നത് സംസ്ഥാന ഗവൺമെൻറ്റാണ്. അതുപോലെ 5 വർഷമാണ് കമ്മീഷൻ്റെ കാലാവധി. ഈ 2 പ്രസ്താവനയാണ് ശരിയായിട്ടുള്ളത്. അടുത്തത് 29ാമത്തെ ചോദ്യമാണ്.
ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽപ്പെടുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇത് ഏതാണ് വരുന്നത്? 29 ഓപ്ഷൻ എ ആണ്. ഓൺലി 1 ആൻഡ് 2. അപ്പോൾ ഏതാണ്? കൃഷിയും പോലീസും, ജയിലും തദ്ദേശ ഗവൺമെൻറ്റും. ഇതാണ് ഇന്ത്യൻ ഭരണഘടനയിലെ സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങൾ. അടുത്തത് 30ാമത്തെ ചോദ്യമാണ്. സംസ്ഥാന വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇതിൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? 30 ഓപ്ഷൻ ഡി ആണ്. ഓൾ ഓഫ് ദി എബോവ് ആണ് അല്ലേ. തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തത് പി സതീദേവിയാണ് കമ്മീഷൻ ചെയർപേഴ്സൺ. അതുപോലെ വനിതാ കമ്മീഷൻ്റെ ആസ്ഥാനം പട്ടം തിരുവനന്തപുരത്താണ്. അതുപോലെ വനിതാ കമ്മീഷൻ രൂപീകരിച്ചത് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ ആക്ട് പ്രകാരമാണ്. ഇത് മൂന്നും എന്താണ്? ശരിയാണ്. അടുത്തത് 31 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാർലമെൻ്ററി അഫയേഴ്സുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചത്. 31ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഏതാണ്? പാർലമെൻ്ററി വകുപ്പ് മന്ത്രിയാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രസിഡൻറ്റ്. അതുപോലെ പാർലമെൻ്ററി അഫയേഴ്സിൻ്റെ ഇപ്പോഴത്തെ ചെയർമാൻ ഡോക്ടർ ബിവീഷ് ആണ്. അപ്പോൾ ഈ 2 പ്രസ്താവനയും ശരിയാണ്. അടുത്ത ചോദ്യം 32ാമത്തെ ചോദ്യം. കേരള ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദ്യം. 32 ഓപ്ഷൻ ഏതാണ്? 32 ഓപ്ഷൻ ഡി ആണ് അല്ലേ. ഓൺലി 1 ആൻഡ് 3 ആണ്. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ശ്രീ മനോജ് കുമാറാണ്. അതുപോലെ 3ാമത്തെ പ്രസ്താവന എന്താണ്? സംസ്ഥാനത്തെ എല്ലാ നിയമങ്ങളും പദ്ധതികളും ബാലന്മാരെ സംരക്ഷിക്കുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് കമ്മീഷൻ അനുശാസിക്കുന്നു. ഇതാണ് 32ൻ്റെ ആൻസർ. അടുത്തത് ചോദ്യം 33. കേരള ഹൈക്കോടതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഏതാണ് ശരിയായിട്ടുള്ളത്? 33ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സിയിൽ ഏതൊക്കെയാണ് വരുന്നത്? ഓൺലി 1 ആൻഡ് 2. അപ്പോൾ ഏതാ വരിക? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് നിതിൻ ജാമദാർ ആണ്. അതുപോലെ രണ്ടാമത്തത് ഏതാണ്? ഓപ്ഷൻ 33 ആൻസർ ഏതാണ്? സി ആണ്. അപ്പോൾ സിയിൽ 1 ആൻഡ് 2 അല്ലേ. അപ്പോൾ രണ്ടാമത്തത് ഏതാണ്? ഹൈക്കോടതിയുടെ ആസ്ഥാനം എറണാകുളമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് 34 ദഹന വ്യവസ്ഥയുടെ ഏത് ഭാഗമാണ് ഭക്ഷണം ശ്വാസനാളത്തിലേക്ക് പ്രവേശിക്കുന്നത് തടയുന്നത്? ഏത് ഭാഗമാണ്? 34ൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ് അല്ലേ. എപ്പിഗ്ലോട്ടിസ് എന്നറിയും, അല്ലെങ്കിൽ ക്ലോമപിതാനം എന്ന് പറയും കേട്ടോ. അപ്പോൾ 34 ഓപ്ഷൻ ബി ആണ്. അടുത്തത് 35 ജീവിതശൈലി രോഗങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? 35ൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ സി ആണ് അല്ലേ. ഹീമോഫീലിയ എന്ന് പറഞ്ഞാൽ രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയ്ക്ക് പറയുന്നതാണ് ഹീമോഫീലിയ. അടുത്തത് 36 ശരിയായ ജോഡി കണ്ടെത്തുക. രോഗാണുണ്ട്, രോഗമുണ്ട്. ഇതിലേതാണ് ശരിയായിട്ടുള്ളത്? 36 ഓപ്ഷൻ ഡി ആണ് അല്ലേ ശരിയായിട്ടുള്ളത്. ഫൈലേറിയൻ വിര മന്ത് രോഗം അല്ലേ. രോഗാണു ഫൈലേറിയൻ വിരയും രോഗം മന്തുവാണ്. അടുത്തത് 37 ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബനിഹാട്ട് പട്ടണം ഏത് സംസ്ഥാനത്തിലാണ് കാണപ്പെടുന്നത്? അപ്പോൾ ബനിഹാട്ട് പട്ടണം എവിടെയാണ്? ഓപ്ഷൻ എ ആണ് അല്ലേ. മേഘാലയയിലാണ് ലോകത്തെ ഏറ്റവും മോശമായ വായു നിലവാരം റിപ്പോർട്ട് ചെയ്ത ബനിഹാട്ട് പട്ടണം മേഘാലയയിലാണ്. അടുത്തത് 38 മനുഷ്യരിൽ ക്രോമസോം നമ്പർ 11 ജീനിലെ തകരാറ് സിക്കിൾ സെൽ അനീമിയക്ക് കാരണമാകും. അതാണ് ഓപ്ഷൻ 1. രണ്ടാമത്തത് എന്താണ്? ത്വക്കിലെ ക്യാൻസറായ മെലനോമ ക്രോമസോം നമ്പർ 14 ജീൻ തകരാറ് മൂലം രൂപപ്പെടുന്നു. ഇതാണ് തന്നിരിക്കുന്ന പ്രസ്താവനകൾ. ഇത് പരിശോധിക്കാനാണ് പറഞ്ഞത്. 38ൻ്റെ ആൻസർ ഏതാണ് വരുന്നത്? ഓപ്ഷൻ എ ആണ് അല്ലേ. ഓപ്ഷൻ എ എന്താണ്? 1 ശരി 2 തെറ്റ്. അപ്പോൾ ഒന്നാമത്തെ ശരിയാണ്, രണ്ടാമത്തെ തെറ്റാണ്. ഓക്കെ. അപ്പം 39 പറയുന്നത്. 39ലെ ചോദ്യം എന്താണ്? പറമ്പിക്കുളം വാർഷിക ജന്തുജാല കണക്കെടുപ്പിൽ പുതിയതായി കണ്ടെത്തിയ ചിന്നത്തവിടൻ, ചെമ്പൻ, വെള്ളിവരയൻ, പളനിപ്പൊട്ടൻ എന്നിവ ഏത് ഇനത്തിൽപ്പെട്ട ജീവികളാണ്? ഈ പറഞ്ഞ ജീവികളൊക്കെ ഏത് ഇനത്തിൽപ്പെട്ടതാണ് എന്നാണ് ചോദ്യം. 39ൻ്റെ ആൻസർ ഏതാണ്? 39 ആൻസർ സി ആണ് അല്ലേ. ചിത്രശലഭത്തിൽപ്പെട്ടതാണ് ഈ പറഞ്ഞതെല്ലാം.
അടുത്തത് 40ാമത്തെ ചോദ്യമാണ്. 40ാമത്തെ ചോദ്യം 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട് അല്ലേ, അത് പരിശോധിക്കാനാണ് പറഞ്ഞത്. മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയാണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. രണ്ടാമത്തത് മനുഷ്യനിലെ ചലനവും സഞ്ചാരവും സാധ്യമാക്കുന്നത് അസ്ഥി വ്യവസ്ഥയാണ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതെന്താണ്? ഇവിടെ ഓപ്ഷന് ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ? 40A ആണ് അല്ലേ. 2 പ്രസ്താവനകളും ശരിയാണ്. അപ്പം മനുഷ്യനിലെ ചലനവും സഞ്ചാരമൊക്കെ സാധ്യമാക്കുന്നത് പേശി വ്യവസ്ഥയുമാണ്, അതുപോലെ തന്നെ അസ്ഥി വ്യവസ്ഥയും, രണ്ടും ചേർന്നാണ് അല്ലേ. അപ്പോൾ രണ്ടും ശരിയാണ്. 40 ഓപ്ഷൻ A ആണ്. അടുത്തത് 41 ശരിയായ ജോഡികൾ കണ്ടെത്തുക. പോഷകങ്ങളുണ്ട്, സ്രോതസ്സുകളുണ്ട്. അപ്പം ഏതാണ് ഇവിടെ? 41ൻ്റെത് ഏതാണ്? ഓപ്ഷൻ A ആണ് അല്ലേ കറക്റ്റ്. 1 ശരിയാണ്, 3 ശരിയാണ്. അപ്പം സൂക്രോസ് കരിമ്പാണ് അല്ലേ. കരിമ്പിൽ നിന്നാണ് സൂക്രോസ് കിട്ടുന്നത്. അതുപോലെ 3ാമത്തത് ശരിയാണ് അല്ലേ. മാംസ്യം ഇവിടെ തന്നിരിക്കുന്നതിൽ പയറ് വർഗ്ഗങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത്. അപ്പോൾ 1ഉം 3ഉം ആണ് ശരിയായിട്ടുള്ളത്. 41. ഓക്കെ. 42ാമത്തെ ചോദ്യം താഴെ തന്നിരിക്കുന്നതിൽ ഏറ്റവും കുറഞ്ഞ തരംഗ ദൈർഘ്യമുള്ള പ്രകാശം ഏതാണെന്നാണ് ചോദ്യം. ഏതാണ്? 42. ഓപ്ഷൻ ഏതാണ്? A. 42A ആണല്ലേ, നീലയാണ്. അപ്പോൾ തരംഗ ദൈർഘ്യം കുറഞ്ഞത് ഏതാണ്? നീല. 43ാമത്തെ ചോദ്യം മുങ്ങൽ വിദഗ്ധർ ഇതിൽ നിന്നും സംരക്ഷണം നേടാനാണ് പ്രത്യേക സ്യൂട്ടുകൾ ധരിക്കുന്നത്. എന്തിൽ നിന്ന് സംരക്ഷണം നേടാനാണ്? 43ാമത്തെ ചോദ്യം ആൻസർ ഏതാണ് വരുന്നത്? 43D ആണ് അല്ലേ. എന്താണ്? ഉയർന്ന മർദ്ദം. അപ്പോൾ ഉയർന്ന മർദ്ദത്തിൽ നിന്നും സംരക്ഷണം നേടാനാണ് സ്യൂട്ടുകൾ ധരിക്കുന്നത്. ഓക്കെ. അപ്പം 44ാമത്തെ ചോദ്യം ഒരു സ്ക്രീനിൽ ലഭിക്കാത്ത ഒരു പ്രതിബിംബത്തെ ഡേഷ് എന്ന് വിളിക്കുന്നു. എന്താ വിളിക്കുക? 44. ഓപ്ഷൻ ഏതാണ്? B ആണ് അല്ലേ. മിഥ്യാ പ്രതിബിംബം എന്നാണ് വിളിക്കുക. അടുത്തത് 45 നാൻസി ഗ്രേസ് റോമൻ ബഹിരാകാശ ദൂരദർശിനി ഏത് ബഹിരാകാശ ഏജൻസിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ഏജൻസിയുമായിട്ടാണ്? 45 ചോദ്യം ഏതാണ്? ഓപ്ഷൻ C ആണ് അല്ലേ. നാസയാണ് അല്ലേ. നാൻസി നാസ, അങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം. അടുത്തത് 46 ആണ്. ലോകത്തിലെ ആദ്യത്തെ 4ാം തലമുറ ആണവ റിയാക്ടർ ആരംഭിച്ച രാജ്യം. 46 ഏതാണ്? ഓപ്ഷൻ C ആണ് അല്ലേ. ചൈനയാണ്. അതൊക്കെ ഇപ്പം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ട്രെൻഡിങ് ചോദ്യങ്ങളാണ്. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് 47 ആണ്. 47ാമത്തെ ചോദ്യം എന്താണ്? മർദ്ദം സ്ഥിരമായിരുന്നാൽ താപനില വർദ്ധിക്കുമ്പോൾ നിശ്ചിത മാസ് വാതകത്തിൻ്റെ വ്യാപ്തത്തിന് എന്തു സംഭവിക്കും? 47ൻ്റെ ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ് അല്ലേ. വ്യാപ്തം എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അപ്പം 47 ഓപ്ഷൻ B, വ്യാപ്തം വർദ്ധിക്കുന്നു. ഓക്കെ. അടുത്തത് 48 ആണ്. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ രാസമാറ്റത്തിന് ഉദാഹരണം ഏതാണ്? ഏതാണ് രാസമാറ്റത്തിന് ഉദാഹരണം? ഓപ്ഷൻ C അല്ലേ. ഇരുമ്പ് തുരുമ്പിക്കുന്നു. ബാക്കിയുള്ളതൊക്കെ എന്താണ്? ഭൗതിക മാറ്റത്തിന് ഉദാഹരണമാണ് തന്നിട്ടുള്ളത്. അതുപോലെ 49 ഏത് റേഞ്ചിലുള്ള pH വാല്യൂ ആണ് ആസിഡ് സ്വഭാവം ഉള്ളതായി പരിഗണിക്കുന്നത്? ഏതാണ്? 49 ഓപ്ഷൻ ഏതാണ്? A ആണ് അല്ലേ. pH മൂല്യം 0 മുതൽ 7 വരെയാണ് നമ്മൾ ആസിഡായിട്ട് കണക്കാക്കുന്നത്. 49 A ആണ്. അതുപോലെ 50ാമത്തെ ചോദ്യം നോക്ക്. 3 ദൗത്യങ്ങളിലായി സുനിത വില്യംസ് ബഹിരാകാശത്ത് ചെലവഴിച്ച ദിവസങ്ങൾ 608 ആണ്. എന്നാൽ 675 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച US ബഹിരാകാശ സഞ്ചാരി ആരാണെന്നാണ് ചോദ്യം. 50ാമത്തെ ചോദ്യത്തിൻ്റെ ആൻസർ ഏതാണ്? ഓപ്ഷൻ B ആണ്. പെഗ്ഗി വിറ്റ്സൺ ആണ് കേട്ടോ. പെഗ്ഗി വിറ്റ്സൺ, B.